നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതായത് അമ്മമാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷന്റെ 1000 രൂപ വീതമുള്ള 2 ഗഡുക്കൾ അല്പസമയം മുൻപ് സംസ്ഥാന സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പ് നമുക്ക് SMS ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും. എല്ലാ അമ്മമാരും, അതായത് 18 ലക്ഷത്തോളം വരുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് സർക്കാർ ഇപ്പോൾ ഫണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. 2 ഗഡുവാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലഭിക്കാനുണ്ടായിരുന്ന, അതായത് അപ്രൂവൽ ലഭിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാതിരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഫെബ്രുവരി മാസത്തെ സഹായവും ഇതുകൂടാതെ മാർച്ച് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും കൂടി ചേർത്ത് 2000 രൂപയാണ് ഈ രീതിയിൽ വിതരണം നടത്തുന്നത്. ഇനി ഫെബ്രുവരി മാസമൊക്കെ അപേക്ഷ വെച്ച ഒട്ടനവധി വനിതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്രൂവൽ ലഭിച്ച് മാർച്ച് മാസത്തെ ഗഡുവായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാവർക്കും 2000 രൂപ വീതം എത്തിച്ചേരുകയില്ല. ഫെബ്രുവരിയിൽ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് മാർച്ചിലെ 1000 രൂപ മാത്രമായിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇനി ഫെബ്രുവരിയിൽ ആദ്യഘട്ടത്തിലൊക്കെ ജനുവരിയിൽ തന്നെ അപേക്ഷ വെച്ച് അപ്രൂവ് ഒക്കെ ആയവരാണെങ്കിൽ അവർക്കാണ് 2 ഗഡുക്കൾ, ഫെബ്രുവരിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും മാർച്ചിലെ വിഹിതവും കൂടി ചേർത്ത് 2000 രൂപയോളം ലഭിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് ബുക്കിംഗ് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ തിരക്ക് കൂട്ടുന്ന ഒരു സമയമാണിപ്പോൾ. 45-25 ദിവസങ്ങളിലെ ഇടവേള ഇപ്പോൾ എല്ലാവരെയും കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. വിറകടുപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഈ സമയത്ത് ഒരുപാട് തട്ടിപ്പുകാർ നമ്മളുടെ ഫോണുകളിലേക്ക് ഗ്യാസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് സുഗമമായിട്ട് ബുക്ക് ചെയ്യാൻ എന്ന രീതിയിൽ ചില ആപ്ലിക്കേഷനുകൾ അയക്കാറുണ്ട്. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ഇത്തരം ആപ്പുകൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പുകാരാണ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനിക്കാർ നൽകുന്ന ടോൾ ഫ്രീ നമ്പറിൽ തന്നെ, വിതരണ ഏജൻസിയുടെ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ വാട്സപ്പിലേക്കോ മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയോ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഫയലുകൾ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ മാർഗ്ഗദീപം സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, വിവിധ സ്കോളർഷിപ്പിന്റെ വിതരണ സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനാവശ്യമായുള്ള ഫണ്ട് അതിപ്പോൾ സംസ്ഥാന സർക്കാർ ധനവകുപ്പിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. വളരെ വൈകാതെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. 2024-25 വരെയുള്ള കാലഘട്ടത്തിലെ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2025-26 അക്കാദമിക് ഇയറിലെ ലിസ്റ്റാണ് ഇനി വരാനുള്ളത്. ആ ലിസ്റ്റിലാണ് നമ്മൾ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും. ഇനി മാർഗ്ഗദീപം സ്കോളർഷിപ്പിലേക്ക്, അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ്. അതിൻ്റെ ആധാർ അധിഷ്ഠിത സ്റ്റാറ്റസ് അത് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ആ രീതിയിൽ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളുടെ തൽസ്ഥിതി, അതായത് അപേക്ഷ ഏത് രീതിയിലാണ് സെലക്ട് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സ്കോളർഷിപ്പ് വിതരണങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.